ഒരു നാടകം പ്രധാനമായി 3 ഘട്ടങ്ങളിൽ പുനർജനിക്കുന്നു: രചനയിലൂടെ, അവതരണത്തിലൂടെ, ആസ്വാദനത്തിലൂടെ. ഈ അടിസ്ഥാന തത്വത്തെ ആധാരമാക്കിയുള്ള എളിയ ശ്രമമാണ് ഈ നാടകം. നമുക്ക് മുന്നേ നടന്നുപോയിട്ടുള്ളവരും മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ നാടകാചാര്യന്മാരെ മനസ്സിൽ കുറിച്ചുകൊണ്ട് CMS തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു ധ്രുവസംഗമം. നശിപ്പിക്കുക ഇവര്. അരമണ്ഡലം പോലും ശരിക്കും അറിയണില്ല. ആ കുട്ടിയിലൊരു പ്രതീക്ഷയും എനിക്ക് തോന്നണില്ല. അച്ഛാ, അഭിനയം കൊണ്ട് ആശയം വെളിവാക്കുന്ന നാട്യവും ചേർന്നതാണ് നൃത്യം. അത് താളനിശ്ചിതമാണ്. മനസ്സിലുള്ള വികാരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതാണ് ഭാവം. ശരീരാംഗങ്ങളുടെ മനോഹരമായ ചലനാണ് നൃത്തം. ഗാത്രവിപേക്ഷം നൃത്തം എന്നാ നിർവചനം. നൃത്തവും അഭിനയം കൊണ്ട് ആശയം വെളിവാക്കുന്ന നാട്യവും ചേർന്നതാണ് നൃത്യം. അത് താളമിശ്രിതാണ്. മനസ്സിലുള്ള വികാരങ്ങൾ മുഖത്തു കൊണ്ടുവരുന്നതാണ് ഭാവം. അന്യത് ഭാവാശ്രയം നൃത്യം, നൃത്തം താളലയാശ്രയം. ഇപ്പോ നൃത്തം എന്താ നൃത്യം എന്താ പലർക്കും അറിയില്ല. എല്ലാത്തിനും ഒരൊറ്റ പേരാ, ഡാൻസ്. നാട്യാചാര്യൻ രാഘവ പൊതുവാൾ നയിക്കുന്ന നൃത്യാഞ്ജലി തലശ്ശേരി ടൗൺ ഹാളിൽ. പഴയ നോട്ടീസ് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? എന്തെങ്കിലും പുതിയ പരിപാടികളെ കുറിച്ച് ആലോചിച്ചൂടെ? ആലോചിക്കാഞ്ഞിട്ടല്ല പങ്കജം, ഒരിക്കൽ വേദിയിൽ നിന്നും വേദിയിലേക്ക് ഓടിക്കൊണ്ടിരുന്നതല്ലേ. ഇപ്പൊ പഴയ പോലെയല്ല. മാഷ് കളിക്കണ്ട, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാലോ. അതുണ്ടല്ലോ. വരുമാനം പോരെന്നാ മോൻ പറയുന്നത്. പ്രായം ഇത്രയായിട്ടും കല്യാണക്കാര്യം പറയുമ്പോ മോൾ ഒഴിഞ്ഞു മാറുന്ന എന്താ? കല പേരിനും പ്രശസ്തിക്കും കൊള്ളാം, ജീവിക്കാൻ പറ്റില്ലെന്നാ അവൻ പറയുന്നത്. താൻ എന്റെ കൂടെ വന്നത് പണം കണ്ടിട്ടായിരുന്നു? ഇഷ്ടപ്പെട്ടത് എന്നിലെ കലാകാരനല്ലേ? 38 വർഷങ്ങൾക്ക് മുമ്പ് തലശ്ശേരി നഗരസഭാ ഹാളിൽ വെച്ച് നടന്ന നൃത്തപരിപാടി. മന്ത്രിമാരടങ്ങുന്ന ഉന്നതർ മുൻനിരയിൽ. വർണ്ണം, തില്ലാന, അവസാനം ഒരു താണ്ഡവം. എന്തൊരു കരഘോഷായിരുന്നു. നൃത്തം കഴിഞ്ഞ് മേക്കപ്പ് റൂമിൽ മുഖത്തെ ചായം തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം പെൺകുട്ടികൾ പുറകിൽ വന്നു. അതിൽ സുന്ദരിയായൊരു പെൺകുട്ടി ഒരു കടലാസ് കഷ്ണം നീട്ടിക്കൊണ്ട് ചോദിച്ചു, ഒരൊപ്പ്. ഞാനത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ നാണം കലർന്ന മുഖവുമായി അവളുടെ അടുത്ത ആവശ്യം, വിരോധമില്ലെങ്കിൽ വിലാസം കൂടി. അതും കൊടുത്തു. പിന്നെ എന്ത് കണ്ടിട്ടാ താൻ എന്റെ കൂടെ പോന്നേ? എത്ര കത്തുകളാ താൻ എനിക്ക് അയച്ചത്? അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല,
മക്കളെങ്ങാനും എടുത്ത് വായിച്ചാലോ അല്ലേ അച്ഛന്റെയും അമ്മയുടെയും പഴയ പ്രണയകഥ. അച്ഛനോടും അമ്മയോടുമായി ഒറ്റ ശ്വാസത്തിലൊരു അവതരണം. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അവക്ക് എന്നെയും. പിന്നെ ഒരു പൊട്ടിത്തെറിയായിരുന്നു തറവാട്ടിൽ, അഗ്നിപർവ്വതം കണക്കെ. മാഷ് മാത്രല്ല, ഞാനും കുറെ അനുഭവിച്ചു. അടച്ചിട്ട മുറിയിലെ പട്ടിണി കിട്ടും. തറവാട്ടിലെ കാരണവന്മാരെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു, ഒരു കൊടും കുറ്റവാളിയെ പോലെ. അവസാനം രണ്ടും കൽപ്പിച്ചു പറഞ്ഞു, ആരൊക്കെ എതിർത്താലും അവളെ ഞാൻ കെട്ടുവെന്ന്. ഇനിയിപ്പൊ അവരെ എതിർത്തിരുന്നെങ്കിലും തന്നെ ഞാൻ ഇങ്ങ് കൊണ്ടുപോകുന്നതിനോടോ. അല്ല, മോൻ പറയുന്ന കേട്ടു അവൻ ബോംബെക്കോ മറ്റോ പോവാണെന്ന്. അങ്ങനെ പറഞ്ഞു അവൻ. മൃദംഗല്ലാതൊന്നും പഠിച്ചിട്ടില്ല. ആ, ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയണതാ കൂടുതൽ ശരി. 12 കഴിഞ്ഞപ്പോ അവനെ എന്തിനേലും വിടായിരുന്നു. ചെറുപ്പം മുതൽ ശങ്കരൻകുട്ടിയാശാന്റെ കയ്യിൽ നിന്നും മൃദംഗത്തിന്റെ ബാലപാഠങ്ങൾ അവൻ പഠിച്ചിട്ടുണ്ട്. താളത്തോടുള്ള അവന്റെ ഭ്രമം, ആ അവന്റെ വഴി അതാകുന്നു കരുതി. കുഞ്ഞിലെ അങ്ങനെ പലതും ഉണ്ടാകും. പ്രായമാകുമ്പോ അതൊക്കെ ഉപകരിക്കണമെന്നില്ലല്ലോ. അമ്മ ആശാന്റെ അടുത്ത് വിടാൻ താനും നിർബന്ധിച്ചില്ലേ? ഈ മാസം 27-ാം തീയതി അല്ലേ നമ്മുടെ ചന്ദ്രന്റെ മകളുടെ കല്യാണം? സ്വർണ്ണായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ല, ആ കുട്ടി കുറച്ചുനാൾ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? സത്യത്തില് മനസ്സുകൊണ്ട് അവൾക്ക് നമ്മുടെ മകനെ വലിയ ഇഷ്ടമായിരുന്നു. അവൻ സമ്മതിക്കാൻ ഞാൻ തീറ്റിപ്പോറ്റാൻ നിവൃത്തി വേണ്ടേന്നാ ചോദിച്ചത്. ആ കുട്ടി മാത്രല്ല, ഞാനും ആഗ്രഹിച്ചിരുന്നതാ മരുമകളായി കാണാൻ. നൃത്തത്തിൽ നല്ല ജ്ഞാനമുള്ള കുട്ടി, പിന്നെ വഴിയിൽ അവന് മുറപ്പണ്ണും. കൊള്ളാം. അച്ഛന് മകള് മരുമകള്, വീട്ടിൽ തന്നെ ഒരു നൃത്തസംഘം, താളം പിടിക്കാൻ മോനും പിന്നെ കാണിയായിട്ട് ഞാനും. പങ്കജം, തന്റെ സംസാരത്തിൽ പതിവില്ലാതൊരു പരിഹാസം. പരിഹസിച്ചതല്ല മാഷെ. ആടാനും പാടാനും അറിയില്ലെങ്കിലും ചിലങ്കയുടെ പൊട്ടിച്ചിരികളെ ഈ ഹൃദയത്തോട് വിളക്കി ചേർത്തവളാ ഞാൻ, ഒരു പുരുഷന്റെ രൂപത്തിൽ. അരങ്ങല്ല ജീവിതം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഒരു അവിവേകിയുടെ വാക്കുകളായി കരുതിക്കോളൂ. എവിടെയൊക്കെയോ താളം പിഴച്ചുപോയി പങ്കജം. കലയോടുള്ള അടങ്ങാത്ത ആവേശത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ പലതും കാണാൻ കഴിയാതെ പോയി. അരങ്ങിൽ മാഷെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. പക്ഷേ മാഷ് തോറ്റുപോയത് ജീവിതത്തിലാ. നമ്മൾ ജീവിച്ച കാലത്തിലല്ല നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല മാഷെ. തെറ്റായ വഴിയിലൂടെയാ ഞാൻ എൻ്റെ മക്കളെ നടക്കാൻ പഠിപ്പിച്ചത്. ശരി മനസ്സിലായപ്പോഴേക്കും സമയം കടന്നുപോയോ എന്നൊരു സംശയം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ ഡോക്ടറും വക്കീലും ഒന്നും ആക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിലും എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കായിരുന്നു എന്ന് തോന്നുക. പുറത്തെവിടെയെങ്കിലും പോയി ജീവിക്കാനൊരു വഴിയായനെ. ഇപ്പൊ ഇതൊക്കെ പറയാൻ നീ സത്യം പറയ്, എനിക്ക് ഈ അച്ഛനോട് ദേഷ്യമുണ്ടോ? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ പറഞ്ഞത് ശരിയാണോ? നീ പോവാൻ തന്നെ തീരുമാനിച്ചോ? ഓഹോ, അതാ കാര്യമല്ലേ. ബോംബെയിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ചോദിച്ചപ്പോ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ സേതു? ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ തന്നെ കുറെ സമയമെടുക്കും. ഇവിടത്തെ പോലെ പരിപാടിയൊന്നും അവിടെ ഉണ്ടാവില്ല. ഇവിടെ പരിപാടി കിട്ടിയിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും നോക്കാം. ഇവിടെ ഇതുകൊണ്ട് ജീവിച്ചു പോണില്ലേ? അന്യനാട്ടിൽ അത് സാധിക്കൂ? ഇതൊക്കെയാണോ ജീവിതം അച്ഛ? തട്ടുപൊളിപ്പൻ പരിപാടി നടത്തിയാലും കെട്ടും കെട്ടി പോർണ സമയത്ത് ഇതാ വെച്ചോളൂ,
കയ്യിലൊരു ദക്ഷിണയായി കരുതിയാൽ മതി. പിന്നെ ഒന്നുകിൽ പുകഴ്ത്തൽ, അല്ലേൽ കുറെ കുറ്റം. നാട്യം പച്ച മരുന്നോ അങ്ങാടി മരുന്നോ എന്നറിയില്ല, വിമർശനങ്ങൾ വേറെ. ഇതുകൊണ്ടൊക്കെ ജീവിക്കാനാകുമോ അച്ഛാ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കിന്ന് എന്താ ഉള്ളത് ചേച്ചി? പഴയ കളരിക്കൽ തറവാടിന്റെ മഹിമ, മുത്തച്ഛനും മുതുമുത്തച്ഛന്മാരും പേരെടുത്ത അഭ്യാസികൾ 10 പേരെ ഒറ്റയ്ക്ക് നേരിട്ടിട്ടുണ്ട്. മതിച്ചു വരുന്ന ആനയെ ചൂണ്ടുപേരലാർ നിർത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ആ കഥകൾ ഓർക്കാം, വിശപ്പടക്കാൻ. വടക്കൻ പാട്ടിലെ വീരകഥകൾ പോലെ. എന്താ പോരെ? ആ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. 7 വയസ്സ് മുതൽ കളരി അഭ്യസിച്ചു. ഇപ്പോ നിങ്ങൾക്ക് തോന്നിയതുപോലെ ഞാനും ചിന്തിച്ചു, ജീവിക്കാൻ ഇതൊന്നും പോരാന്ന്. 16-ാമത്തെ വയസ്സിൽ ആരോടും പറയാതെ വീട് വിട്ടിറങ്ങി. ചെന്നെത്തിയത് മദിരാശിയിൽ, ഇന്നത്തെ ചെന്നൈ. കായികാഭ്യാസിക്ക് നൃത്തകല കിട്ടിയത് അവിടുന്നാ, കലാക്ഷേത്രയിലെ അരുന്ധതി ദേവിയിൽ നിന്നും. അവിടുത്തെ കുശിനിക്കാരൻ്റെ സഹായിയായി നിന്നുകൊണ്ടായിരുന്നു പഠനം. ഭരതനാട്യം, കുച്ചിപ്പുടി, ഗുരുമുഖത്ത് നിന്ന് നേടാനാവുന്നതെല്ലാം നേടി. കല സരസ്വതിയാണ്, അത് കൈവിടരുത്. ഗുരുവിൻ്റെ ഉപദേശം. സരസ്വതി മാത്രം പോരാച്ച, ജീവിക്കണമെങ്കിൽ ലക്ഷ്മിയും വേണം. അതായത് പണം. അത് പറഞ്ഞെന്നില്ലെന്ന് തോന്നുന്നു അവര്. സേതു, ക്ഷമിക്കണം, തികഞ്ഞൊരു നർത്തകയല്ലേ ചേച്ചി? എന്ത് നേടി? അച്ഛനും ചേച്ചിയും പഠിപ്പിച്ചവരൊക്കെ ഇന്ന് എവിടെ എത്തി? ടിവിയിലും പത്രത്തിലും കാണില്ലേ? സേതു, നിന്റെ വാക്കുകൾ അതിൽ കിടക്കണോ? പലരും പലതുമായി. എനിക്കതിന് കഴിഞ്ഞില്ല. ചെറുപ്പം മുതൽ കഴിഞ്ഞു വന്ന സാഹചര്യം എന്നെ അതിന് അനുവദിച്ചില്ല. എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് എനിക്കും പോവാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നീയും എന്നെ വിസ്തരിച്ചേനെ. കാലത്തിനൊത്ത് സഞ്ചരിക്കണം. സംസ്ഥാന കലോത്സവത്തിൽ കലാതിലകമായി പട്ടം ചാർത്തിയപ്പോൾ എത്ര സംവിധായകർ അതിലേക്ക് വന്നത്? സിനിമയിൽ അഭിനയിച്ചെന്ന് കരുതി തറവാടുമായി ഒരുങ്ങി പോകുമായിരുന്നോ? അന്തസ്, ആഭിജാത്യം, ഓരോരോ മിഥ്യാധാരണകൾ. ഇനി അതും വേണ്ടെങ്കിൽ ചെയ്യുന്ന പണിക്ക് മാന്യമായ പ്രതിഫലം വാങ്ങിക്കൂടെ? മൃദംഗം തോളിലിട്ട് അച്ഛനെ നിഴലായി നടക്കുന്നവനാ ഞാൻ. വല്ലപ്പോഴും മറ്റുള്ളവരുടെ കൂടെ പോകുന്നത് കൊണ്ടാ നിന്ന് പോകുന്നത്. മെയ്യഭ്യാസത്തിന്റെ വായ്ത്താരികൾ മുഴുകിയിരുന്ന നമ്മുടെ കളരിയിൽ ചിലങ്കയുടെ നാദവും ജതിസ്വരങ്ങളുടെ ധ്വനിയും പറിച്ചു നട്ട എനിക്ക് തെറ്റിയെന്നാണോ നീ പറയുന്നത്? ഇല്ലച്ച, നമ്മുടെ ചൂടുകൾ ഒന്നുകൂടി ഉറപ്പിക്കണം. ഇവിടെ തന്നെ നിങ്ങൾ രണ്ടാളും എൻ്റെ ഒപ്പം നിന്ന് എന്നാൽ മതി. ആരാ? കയറി വന്നോളൂ. മനസ്സിലായില്ല. എവിടുന്ന്? കുറച്ച് ദൂരേന്നാ. മാഷില്ലേ, ഒന്ന് കാണാമായിരുന്നു. ഇരിക്കൂ, വിളിക്കാട്ടോ. അല്ല, കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, മാഷെ ഒന്ന് കണ്ടാ മതി. അമ്മേ, എന്താ? മാഷ് വലിയ ആളാണെന്ന് തോന്നുന്നു. അതെ, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. വലിയ ജനക്കൂട്ടമായിരുന്നു. അന്നാ അമ്മ മാഷെ ആദ്യമായി കാണുന്നത്. സൂര്യ തേജസ്സുദിച്ചുയർന്നു പൂർവാംബരസീമയിൽ പുൽക്കൊടി നാമ്പിലെ മഞ്ഞു തുള്ളി ആയിരം താരകങ്ങൾ മിഴി തുറന്നു ആരാ? എവിടുന്നാ? ഇരിക്കുക. സാരയില്ല, ഇവിടെ നിന്നോളാം. എവിടുന്നാന്ന് പറഞ്ഞില്ല. പരിയാരത്തുനിന്നാ. പരിയാരം? പണ്ട് ഞാൻ അവിടെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്.
കുറെ വർഷങ്ങൾക്ക് മുന്നേ. മേലെടുത്ത് മനയ്ക്കലാർന്ന് താമസിച്ചിരുന്ന്. അവിടുന്ന് 4ാമത്തെ വീടാണ് ഞങ്ങളുടേത്. ആയിക്കോട്ടെ, എന്താ അപ്പൊ വന്നേ? മോൾക്കൊരാശ മാഷിന്റെ അടുത്തുനിന്നേ ഭരതനാട്യം പഠിക്കണോന്ന്. അതിനെന്താ ആവാലോ. പക്ഷേ വീട് ദൂരെന്നല്ലേ പറഞ്ഞത്? അപ്പോ ഇവിടെ അടുത്തൊരു ബന്ധുവുണ്ടേ, അമ്പലത്തിലെ ശങ്കരൻ നായര്. അവരുടെ വീട്ടിൽ നിന്നോളാം. മുമ്പ് ആരുടെ അടുത്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നെറ്റും ടിവിയും നോക്കി പഠിച്ചതാ. പിന്നെ സ്കൂളിൽ കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ചെയ്തത് ഭരതനാട്യം തന്നെയാണോ? ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോ യുവജനോത്സവത്തിന് വേണ്ടി 1-2 ഐറ്റം പറഞ്ഞു തന്നാൽ മതി. കുറച്ച് ദിവസം സ്കൂള് മുടക്കാണേ. ശാസ്ത്രീയമായൊരു അടിത്തറയില്ലാതെ എങ്ങനെയതൊരു ഐറ്റായി പഠിപ്പിക്കുക? ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇത്തരം വിദ്യകൾ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം. അതാ എൻ്റെ ഒരു രീതി. പഠിപ്പിക്കുന്നത് നല്ല വൃത്തിയായി പഠിപ്പിക്കും. പഠിച്ചവർക്ക് സമ്മാനവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറയരുത്. വളരെ ആശിച്ചിട്ടാ വന്നേ. ഫീസ് എത്രയായാലും തരാം. കാശ് മാത്രല്ലല്ലോ കാര്യം, മനസാക്ഷി സമ്മതിക്കണ്ടേ? കഴിവുണ്ടായിട്ടല്ല മാഷെ, മോടെ ഒരാഗ്രഹം. വർഷങ്ങളോളം പണം ചെലവാക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ പല കുട്ടികളും മത്സരത്തിന് വരിക. ആ കൂട്ടത്തിൽ സ്കൂളിൽ പലരും ചെയ്യാറുണ്ട്. ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ കുട്ടി. നിങ്ങളുടെ ഒരു നോട്ടവും ചലനവും കണ്ടാൽ അറിവുള്ള ഗുരുക്കന്മാർക്ക് മനസ്സിലാവും നിങ്ങളുടെ പഠിപ്പും ഞാനോ. ഗതിഭേദങ്ങൾ അറിയോ കുട്ടിക്ക്? നടക്കാൻ പോലും അറിയില്ല, എന്നിട്ടാ നൃത്തം. കുട്ടി നടത്തത്തെ സൂചിപ്പിക്കുന്ന 10 ഗതിഭേദങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നാട്യശാസ്ത്രത്തിൽ. ഇത് ദൈവീകമായൊരു കലയാണ്, ശുദ്ധാണ്. അതിനെ മലിനാക്കരുത്. ക്ഷമിക്കണം, എനിക്ക് പറ്റില്ല. മാഷ് ഒന്നുകൂടി നിക്കണമെന്നില്ല, പൊക്കോളോ. മതിയായില്ലേ? എന്തൊക്കെയായിരുന്നു? വാ. അവര് പോയോ? ആരാ? എവിടുന്നാ? പോയി. പലപ്പോഴായി തന്നോട് പറയണമെന്ന് വിചാരിച്ചിരുന്നതാ, ധൈര്യം ഉണ്ടായില്ല. ഇനിയിപ്പോ മറച്ചു വെക്കുന്നില്ല. കുടുംബം അറിയാതെ ഉണ്ടായൊരു ബന്ധം തിരക്ക് ഇങ്ങോട്ട് വരുന്നു കരുതിയില്ല. അധികാരം സ്ഥാപിക്കാമെന്നതാണേ. എന്റെ ഗുരുവായൂരപ്പ, ഇനി ഞാൻ അവരെ പോട്ടേണ്ടി വരുമോ? കുട്ടികളെങ്ങാനും അറിയാം. അപ്പോ കുട്ടികൾ അറിഞ്ഞാലേ കുഴപ്പമുള്ളൂ, തനിക്ക് പ്രശ്നമില്ലേ? ഇത്രയും പ്രായമായില്ലേ? ഓടിപ്പോകാനും തൂങ്ങിച്ചാകാനും ഒന്നും ഞാനില്ല. ഓടി നടന്ന് കളിച്ചിട്ടും നാട്യഗുരുവിന്റെ കൈ സമ്പാദ്യമൊന്നും ഇല്ലാത്തതിന്റെ പൊരുൾ ഇപ്പോഴല്ല മനസ്സിലായത്. അല്ലെങ്കിൽ ഈ കലാകാരന്മാരൊക്കെ ഇങ്ങനെ പോകുന്നിടത്തൊക്കെ ഭാര്യ മക്കളും. എടോ, താൻ മറ്റ് കലാകാരന്മാരെ പോലെയാണോ എന്നെയും കരുതിയിരിക്കണേ? ആ കുട്ടിക്ക് യുവജനോത്സവത്തിന് ഭരതനാട്യം ഒരു ഐറ്റം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. കണ്ടിട്ട് പാവങ്ങളാന്ന് തോന്നുന്നു, സമ്മതിക്കായിരുന്നില്ലേ? പൈസക്ക് നമുക്കും ആവശ്യമുള്ളതല്ലേ? കല കച്ചവടമാക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ടിവിയും നെറ്റും ഒക്കെ കണ്ടു പഠിച്ചിട്ടുണ്ട് അത്രേ. എന്റെ മനസാക്ഷി സമ്മതിച്ചില്ല. ശിഷ്യത്വം സ്വീകരിക്കാമെന്ന ഏകലവ്യനെ മടക്കി അയച്ച ദ്രോണാചാര്യയുടെ കഥ ഓർമ്മയില്ലേ? ആഗ്രഹിച്ച ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചു പഠിച്ച് ഒരു തികഞ്ഞ നർത്തകിയായി മുന്നിൽ വന്നു നിൽക്കില്ലെന്ന് ആര് കണ്ടു? ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്. ചില വിദ്യകൾ ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിക്കണം, എന്നാലേ അതിനൊരു പൂർണ്ണത വരൂ. ഓ, ചുമ്മാതല്ല മോൻ ഓരോന്ന് പറയുന്നത്. കാശ് തരാൻ തയ്യാറായ പഠിപ്പിച്ചാൽ എന്താ? കുറച്ചധികം ഇങ്ങ് വാങ്ങണം. എല്ലാരും ചെയ്യുന്ന അതൊക്കെ തന്നെയല്ലേ? എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? പലപ്പോഴും സേതുവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടുന്നില്ല. അവന്റെ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ നമ്മൾ നിസ്സഹായരാവുകയാണ്.
ഒരു പർവ്വതം തലയിൽ നിറക്കി വെച്ച പോലെ. എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. കണ്ടകശനി കൊണ്ടേ പോകൂന്ന ശാസ്ത്രം. ഇപ്പൊ പോയത് എന്റെ കണ്ടകശനിയാ. പോയല്ലോ, പറഞ്ഞു വിട്ടല്ലോ. അമ്മയും മോളും ശങ്കരനായരുടെ ബന്ധുവാണെന്ന് പറഞ്ഞു. അല്ല, അവിടെയാ താമസിക്കാൻ പോണേ പറഞ്ഞല്ലോ. പറ്റില്ല, പിഴച്ചവർക്കോ. ഞാൻ മനഃപൂർവ്വം കൂടെ വരാതിരുന്നതാ. വഴി പറഞ്ഞു കൊടുത്തു, നേരിട്ടൊക്കെ കണ്ടോളാൻ പറഞ്ഞു. അല്ല, നിങ്ങളുടെ ബന്ധുവാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ആരായിട്ട് വരും? അതൊക്കെ പറയാതിരിക്കുക ഭേദം മാഷേ. ഈ കുട്ടി രണ്ടാമത്തതാ, മൂത്തതാണ്. അവന് 3 വയസ്സുള്ളപ്പോ അവരുടെ ഭർത്താവ് മരിച്ചതാ. ദുരൂഹ മരണമായിരുന്നു. ആത്മഹത്യയാണെന്ന് എഴുതി തള്ളിയെങ്കിലും കൊന്നതാണെന്നാ നാട്ടു സംസാരം. അല്ല, അപ്പൊ കേസന്വേഷണം ഒന്നും ഉണ്ടായില്ലേ? ദേവസ്യൊക്കെ അല്ലേ ഇടപെട്ടത്. തൂങ്ങി മരിച്ച ആളിന്റെ കാല് നിലത്ത് മുട്ടിയല്ലേ നിന്നത്. ഇങ്ങനെ ഒരിക്കല് ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്നു. കാപ്പി കുടിച്ചോണ്ടിരിക്കല്ലേ ഒരു കുസൃതി കുട്ടി ഓടി എന്റെ മുന്നിലേക്ക് വന്നു. ഹായ്, ഇതേതാണെന്ന് ആലോചിച്ചിരിക്കുമ്പോ ഈ പെണ്ണൊരുത്തി ചിരിച്ചോണ്ട് പറയുക, അറിയില്ലേ, ശ്രീധര വാര്യറിലുണ്ടായതാ. പിഴച്ചു പെറ്റ കാര്യം എന്തോ ബഹുമതി കിട്ടിയത് പോലെയാ പറയുന്നത്. യാര സന്തതിയാ. അപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നായി അല്ലേ? വീട്ടിൽ അംഗം നടക്കും. ഭാര്യയ്ക്ക് കണ്ടുകൂടാ. ഇതിന് ശേഷം ഇവരും കൂടെ ചേർന്നാണ് ഭർത്താവിനെ വകവരുത്തിയെന്ന നാട്ടു സംസാരം. പിന്നെ ഞാൻ വന്നത് വേറൊരു കാര്യത്തിനും കൂടെ. എന്താ പറഞ്ഞോളൂ. ഇങ്ങോട്ടാ പോരണെന്ന് പറഞ്ഞപ്പോ അമ്പലം പ്രസിഡന്റാ പറഞ്ഞത്, മകരം അവസാനം ഉത്സവം കൊടിയേറുകയല്ലേ. ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് ഗംഭീര പരിപാടിയാതാ അറിഞ്ഞത്. അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ, എല്ലാ വർഷവും പതിവുള്ളതല്ലേ. അറിയാമല്ലോ, ഒരു ദിവസം മാഷയുടെ പരിപാടി വേണം. ഞാനിപ്പോ പരിപാടി ഒന്നും നടത്താറില്ല. വേണമെങ്കിൽ മോളോട് പറയാം. അല്ല, മാഷ് കളിക്കണ്ട. പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ കൊണ്ടങ്ങ് ജയിച്ചാ മതി. പണ്ടത്തെ പോലെ വെറുതെ ഒന്നും വേണ്ട മാഷേ. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കണം. എന്നും ഈ സൈക്കിൾ ചവിട്ടി നടന്നാ പോരാ. ഒരു പുരുഷായുസ് മുഴുവൻ കലയ്ക്ക് വേണ്ടി കഴിച്ചു. എന്ത് നേടി? ഈ നാട്ടിലേക്കൊരു പത്മശ്രീ. അതിനെല്ലാം കൊണ്ട് യോഗ്യൻ മാഷ തന്നെ. ശുപാർശകൾ പോരാ അല്ലേ? പഠിച്ച കല പരമാവധി ആളുകൾക്ക് പകർന്നു നൽകുക, അത്രയേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എൻ്റെ സമ്പാദ്യം എൻ്റെ ശിഷ്യന്മാരാ. അത് എത്രയാന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിലും വലിയ ബഹുമതി കിട്ടിയവരൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ പത്മശ്രീയേക്കാൾ വലുത്. പിന്നെ ആദരവ്, അത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ലല്ലോ. ഒരു കണക്കിന് അതും ശരിയാ. പിന്നെ അവസാനത്തെ ദിവസം ഗംഭീര പരിപാടിയാണെന്നാ കേട്ടത്. അവരും മാഷെടുക്ക പഠിച്ചവരാണത്രേ. ആരാ അത്? സിനിമാ നടൻ മനോജ് കുമാറും നടി രഞ്ജിനി നായരും.
നമ്മുടെ പരിപാടി എന്തായാലും വേണം. ആണ്ടുതോറും നടത്താറുള്ളതല്ലേ, മുടക്കണ്ട. ആ ശങ്കരൻ മാമൻ നന്നായി. രണ്ടാളും ഉള്ള സ്ഥിതിക്ക് വിവരങ്ങള് തീരുമാനം ഇപ്പൊ തന്നെ എടുത്തേക്കാം. വിവരങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിലെ ഉത്സവക്കാരിയവേ അച്ഛൻ സമ്മതിക്കാണല്ലോ. ദേശത്തെ അമ്പലല്ലേ, ചെയ്യാതെ പറ്റില്ലല്ലോ. പിന്നെ കമ്മിറ്റിക്കാരോടൊരു കാര്യം പറഞ്ഞോളൂ. പരിപാടി കഴിഞ്ഞാൽ ഇലക്കീറിൽ കളവും പുഷ്പവും ഇട്ട് അതിന്റെ കൂടെ ദക്ഷിണപണം വെച്ച് കിട്ടുന്ന പതിവ് സമ്പ്രദായം പറ്റില്ല എന്ന്. കളിക്കുന്നത് കുട്ടികളായാലും തികഞ്ഞ മക്കവാദ്യക്കാരാ കൂടെ. കുട്ടികളും അത്ര മോശമൊന്നും അല്ല. ആദ്യം തുക പറഞ്ഞുറപ്പിക്കണം. ഞാനും അത് തന്നെയാ പറയുന്നത്. അല്ല, വലിയ സിനിമാക്കാരും വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. എത്രയാ അവർക്ക് ചാർജ്? വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും ഓഫീസിൽ പറയുന്ന കേട്ടു 6 ലക്ഷം മറ്റോ പറഞ്ഞത്രേ. ഇവിടുത്തെ അമ്പലമാണെന്ന് അറിഞ്ഞപ്പോ 50,000 കുറച്ചു. അവരും ഇവിടൊക്കെ ഉണ്ടായിരുന്നവരല്ലേ. തുക എത്രയാണെന്ന് പറഞ്ഞാൽ പക്ഷേ തുക എത്രയാണെന്ന് പറഞ്ഞാൽ അത് സേതു കമ്മിറ്റിക്കാരോട് പറഞ്ഞോളൂ. ഓ മതി, ഞാൻ പോവാം. നീ പോയ കാര്യം എന്തായി? പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തു. രജിസ്ട്രേഷൻ നമ്പർ കിട്ടാൻ കുറച്ച് ദിവസം എടുക്കും. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മൃദംഗം, വയലിൻ. തൽക്കാലം ഇത്ര ആരംഭിക്കാം. വയലിൻ ആരാ സേതു? തൽക്കാലം കൃഷ്ണകുട്ടിയേശൻ എടുക്കട്ടെ. എന്നും നമുക്കൊപ്പം നിന്നിട്ടുള്ളതല്ലേ, ഇതിലും നിൽക്കാതിരിക്കില്ല. നാട്ടില് ചെറിയ ക്ലാസ്സുകൾ ഒരുപാടുണ്ട്. അല്പം പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞവരൊക്കെ ഇപ്പൊ ഗുരുക്കന്മാരാ. മുറിവിദ്വാൻമാർ പഠിപ്പിക്കണ വിദ്യ അതുപോലെ ആയിരിക്കും. കുട്ടികളെ നശിപ്പിക്കുക ഇവര്. ഗുരുമുഖത്തു നിന്നും കാൽഭാഗം, ശിഷ്യൻ സ്വന്തം നിലയ്ക്ക് കാൽഭാഗം, സതീർത്ഥരിൽ നിന്നും കാൽഭാഗം, പിന്നെ കാലക്രമേണയുള്ള ജീവിതാനുഭവങ്ങൾ കൊണ്ട് കാൽഭാഗം. അങ്ങനെയാ ഒരു വിദ്യ പൂർണ്ണമാവണത്. ഭരതകലാക്ഷേത്രം അച്ഛന്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു. കളരിക്കൽ തറവാടിന്റെ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്നു. അങ്കക്കളരിയെ ആട്ടക്കളരിയാക്കിയതല്ലേ, ഒന്ന് ഉറച്ചു ചവിട്ടാം നമുക്ക്. പോലെ ഇരുന്തിടൽ ന്യായം യാദവ മാധവതാം ന്യായം യാദവ മാധവതാം Thank you.
ശങ്കരമാമ വന്നത് ഞാൻ അറിഞ്ഞില്ല. പരിപാടിയല്ലേ, കുട്ടികൾ വരുമ്പോഴത്തേക്കും ഒന്ന് ചിട്ടപ്പെടുത്തണം. അത് നന്നായി, കുറച്ച് എനിക്കും കൂടെ കാണാൻ സാധിച്ചല്ലോ. വലിയ ആട്ടക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. മുമ്പൊരിക്കല് അമ്പലത്തിലുണ്ടായിരുന്നു അല്ലേ? കാണാൻ സാധിച്ചില്ല. അമ്മ മരിച്ചേനെ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അച്ഛനില്ലേ? അച്ഛനും സേതും കൂടി ഒരു അത്യാവശ്യത്തിന് പുറത്തു പോയിരിക്കുക. അന്ന് പറഞ്ഞപ്പോ ഇത്ര കരുതിയില്ല. അല്ല, ഞാനും നിങ്ങളുടെ പക്ഷത്ത് തന്നെയാ. കട്ടപ്പെടുന്നതിന് കാശ് കിട്ടിയിരിക്കണം, സംശയമില്ല. എന്താണെന്ന് തെളിച്ചു പറയൂ ശങ്കരമാമ. തുക കൂടിപ്പോയത്രേ. എങ്ങനെയാ ചുരുക്കാൻ പറ്റാന്ന് ചോദിക്കാൻ പറഞ്ഞു. ഫോൺ ചെയ്തു, പരിധിക്ക് പുറത്ത്. ഇപ്പൊ എല്ലാം പരിധിക്ക് പുറത്തായ ലക്ഷണമാണ്. കാശിന്റെ കാര്യങ്ങളൊക്കെ സേതുവിനോട് തന്നെ ചോദിക്കണം. ഞാൻ പഠിപ്പിക്കണമെന്നേ ഉള്ളൂ. ഹായ്, അപ്പൊ പഠിപ്പിക്കുന്ന ആൾക്കല്ലേ അറിയൂ ഇത് എങ്ങനെ ചുരുക്കാൻ പറ്റുമെന്ന്. 10 കുട്ടികളെ കൊണ്ട് 11 ഐറ്റം, 2 മണിക്കൂർ. ഇതിലേതാ ഞാൻ ചുരുക്കേണ്ടത്? കുട്ടികളെ കുറയ്ക്കണോ, ഐറ്റം കുറയ്ക്കണോ, അതോ സമയം കുറയ്ക്കണോ? ചുരുക്കേണ്ടത് അതൊന്നുമല്ല, ചില്വാനം, കാശ്. കാശ് ഈ പക്കവാദ്യമില്ലാതെ ഇതുപോലെ ഒന്ന് വെച്ച് അങ്ങ് കളിച്ചുകൂടെ? അപ്പൊ ചുരുങ്ങുമല്ലോ. ഒരു യുക്തി പറഞ്ഞതാണ്. പരിശീലനമല്ലല്ലോ, പരിപാടിയല്ലേ. പക്കവാദ്യത്തോട് കൂടിയേ ചെയ്യാറുള്ളൂ. കഴിഞ്ഞ വർഷം ഒരു കൂട്ടര് ചെയ്തിരുന്നു, ഒരു ജലവും വന്നില്ല. നൃത്തം ചെയ്യുന്നവർ താക്കോൽ കൊടുത്താൽ ചലിക്കുന്ന പാവകളെ പോലെയാവരുതെന്ന് നിർബന്ധമുണ്ട്. നാട്യശാസ്ത്രത്തിൽ നൃത്തം ചെയ്യുന്ന രംഗമണ്ഡപത്തിനും ചില വിധികളുണ്ട്. വലതുഭാഗത്തായി താളക്കാർ, പാർശ്വത്തിൽ മൃദംഗം, നടുവിൽ പാട്ടുകാർ, അതിനടുത്തായി ശ്രുതിക്കാരൻ. ഇവരെയെല്ലാം വന്ദിച്ചുകൊണ്ടായിരിക്കണം നർത്തകനും നർത്തകിയും നൃത്തം ചെയ്തു തുടങ്ങുന്നത്. അതിനു മുമ്പായി വിഘ്നേശ്വരനായ ഗണപതിയെയും മുരജദേവതയും ആകാശത്തെയും വന്ദിച്ച് ഭൂമിദേവിയെയും വണങ്ങണം. ഇതിനെല്ലാം പകരമായിട്ട് ഈ ഉപകരണത്തിനെ പൂജിച്ചാൽ മതിയോ ശങ്കരമാമൻ? ഇത് ഞങ്ങൾ പരിശീലനത്തിന് മാത്രം ഉപയോഗിക്കാറുള്ളൂ. വലിയൊരു പരിപാടി വേറെ ഉണ്ട്. സിനിമാ നടൻ മനോജ് കുമാറിന്റെ അത് 10ാം ദിവസമാ. ഒരു കലാശക്കൊട്ട് പോലെ. ഹായ്, ഇതിപ്പോ എന്ത് പറ്റി? ഞാൻ വല്ല അബദ്ധവും പറഞ്ഞോ? ഏയ് ഇല്ലല്ലോ. എന്താ ശങ്കരൻ നായരെ? അല്ല, കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ, മുഖം തിരിച്ചൊരൊറ്റ ഓട്ടം. മോളെ, അവക്ക് ഇഷ്ടപ്പെട്ട കാണില്ല. അവൾ അങ്ങനെ ഒരു പ്രകൃതക്കാരിയാ. ആ സിനിമാക്കാരന്റെ കാര്യം പറഞ്ഞതായി കുഴപ്പമായതല്ല. വലിയ വലിയ ആൾക്കാർ വരുന്നത് അമ്പലത്തിനൊരു പേരല്ലേ? സേതു എല്ലാം പറഞ്ഞു. വലിയ വലിയ ആൾക്കാർ വരുമ്പോ ഞങ്ങളെ എല്ലാം മാറ്റി നിർത്താൻ പറ്റൂ? അങ്ങനെയല്ല, ഒന്ന് ചുരുക്കാമോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വലുതായി, കയ്യെത്താ ദൂരത്തോളം വളർന്നു. ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ ആയിരുന്നു. എത്രയെത്ര വെച്ച് വിളമ്പി കൊടുത്തിരുന്നു. എനിക്ക് മകനെ പോലെ ആയിരുന്നു. ഹായ്, അപ്പൊ കൂടുതൽ സന്തോഷിക്കല്ലേ വേണ്ടത്? മഴക്കാറിൽപ്പെട്ട സൂര്യനെ പോലെ ഇരുളടഞ്ഞതാ അവളുടെ ജീവിതം. പെൺകുട്ടികളുടെ മനസ്സ് അമ്മമാർക്ക് മാത്രമേ മനസ്സിലാകൂ. പരിപാടി കാര്യങ്ങളെ കുറിച്ചൊക്കെ സേതുവുമായി സംസാരിച്ചാൽ മതി. ഓ, നിർത്തി. ഇവിടെ വെച്ച് നിർത്തി. ഞാനിവിടെ വന്നിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. കലാക്ഷേത്രം തുടങ്ങിയിട്ട് ആദ്യത്തെ പരിപാടി എന്നെ മുടങ്ങി. സൗജന്യം ഇനി വേണ്ടെന്ന് വെച്ചിട്ടാ. കടുംപിടുത്തം വേണ്ടായിരുന്നു, അവരും പ്രതീക്ഷിച്ചു കാണില്ല.
എല്ലാം ഇങ്ങനെ വഴിപാട് ചെയ്യാൻ തുടങ്ങിയാൽ ഈ കല വില കുറഞ്ഞൊരു കച്ചവടച്ചരക്കായി മാറും. തളിക്ഷേത്രത്തിലെ പരിപാടി 2 ലക്ഷത്തിന് ഉറപ്പിച്ചിട്ടുണ്ട്. പുതിയ ഏതെങ്കിലും ഐറ്റം അവതരിപ്പിക്കണം. അച്ഛൻ അതിനെപ്പറ്റി ആലോചിക്കൂ. പതിനാല് സംവത്സരങ്ങൾ ഭർത്താവായ ലക്ഷ്മണനെ പിരിഞ്ഞിരിക്കേണ്ടി വന്ന ഊർമിള രാമായണത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയൊരു കഥാപാത്രം, ഒരു ദുഃഖപുത്രി. പിന്നെ മഹാഭാരത യുദ്ധത്തിൽ നേരിടേണ്ടി വരുന്നത് സ്വന്തം സഹോദരങ്ങളെയാണെന്ന് അമ്മയായ കുന്തിയിൽ നിന്നറിഞ്ഞിട്ടും സുഹൃത്തായ ദുര്യോധനന്റെ കൂടെ നിന്ന കർണൻ. മഹാഭാരതത്തിലെ ധീരനും ദാനശീലനും. രണ്ടും ചിട്ടപ്പെടുത്തിയെടുക്കാം. മതി, ഇത് തന്നെ മതി. പിന്നെ തളിക്ഷേത്രത്തിൽ നമുക്കൊന്ന് നോക്കാം. പിന്നെ കുട്ടികൾ നമസ്കാരം മാഷെ. നിങ്ങൾ അച്ഛനും മോനും കാര്യമായിട്ടെന്തോ ചർച്ചയിലാന്ന് തോന്നുന്നു. കഷ്ട മുന്നിലിപ്പോ തലയുയർത്തി നിൽക്കാൻ വയ്യാണ്ടായി. പക്ഷെ ഞങ്ങൾ പരിശ്രമിക്കാനായിട്ടല്ല കേട്ടോ. അതിന് ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. നമ്മുടെ MP യുടെ ശുപാർശ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. സർക്കാർ തലത്തിലാണെങ്കിൽ നല്ല റെക്കമെൻഡേഷനും. എന്നിട്ടും പത്മശ്രീയുടെ കാര്യം മാഷ പറയണത്. പ്രസിഡന്റ് ഇങ്ങോട്ട് വരാൻ തന്നെ മടിച്ചതാ. ഞാനിങ്ങ് കൂട്ടിക്കൊണ്ട് പോന്നു. അതൊന്നും കാര്യാക്കണ്ട. അച്ഛനേക്കാൾ കഴിവ് കുറഞ്ഞവർക്ക് കിട്ടുമ്പോൾ ഒരു വിഷമം. സിനിമക്കാർക്ക് വാരിക്കോരി കൊടുക്കും. വാസ്തവത്തില് നിങ്ങളൊക്കെയല്ലേ യഥാർത്ഥ കലാകാരന്മാര്. ഇങ്ങനെ എത്ര കലാകാരന്മാരാ അറിയപ്പെടാതെയും അംഗീകരിക്കപ്പെടാതെ ഇരിക്കുന്നത്. ഇപ്പൊ എല്ലാറ്റിലും രാഷ്ട്രീയല്ലേ. ഇതൊന്നും രാഷ്ട്രീയം നോക്കി ആകരുത്, കഴിവിനുള്ള അംഗീകാരമായിരിക്കണം. പിന്നെ പത്മശ്രീ കിട്ടിയില്ലെങ്കിലും മറ്റൊരു സന്തോഷ വാർത്ത പറയാൻ കൂടിയാ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഇങ്ങോട്ട് വന്നത്. അതിന് മാഷ് സഹകരിക്കണം. എന്താ നമ്മുടെ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തില് മാഷ്ട സപ്തതി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ വേണോ? വേണം മാഷെ, അത് ഞങ്ങളുടെ അവകാശമാണെന്ന് കൊട്ടിക്കോളൂ. ഇവിടുത്തെ മെമ്പർ എന്ന നിലയില് എനിക്കും അതിയായ അഭിമാനമുണ്ട്. അല്ല, കാലം മാറുന്നനുസരിച്ച് നമ്മൾ മാറണ്ടേ? പിന്നെ പഞ്ചായത്തിന്റെ കർമ്മപരിപാടികളാണെങ്കിൽ അനവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് കലാമത്സരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണം. കലകൾക്കെന്നും പ്രോത്സാഹനം നൽകണം. കലാശ്രീ പുരസ്കാരം അത് ഈ വർഷം ആരംഭിച്ചതാ. അത് ആദ്യമായിട്ട് മാഷ്കാണ് തരുന്നത്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വന്നപ്പോ പുതിയ ചിന്തകളായി, പ്രവർത്തന രീതികളായി. ജനറേഷൻ ഗ്യാപ്പ് അല്ലേ സ്റ്റീഫൻ? പൊളിച്ചെഴുത്തുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടക്കണില്ലേ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, എല്ലാം പറഞ്ഞ പോലെ. എന്നാ ശരി. ലക്ഷ്മിയോടെ ആക്സിഡന്റോ? അച്ഛാ, രഞ്ജിനി നായർക്ക് ആക്സിഡന്റ്. ഭഗവാനെ, മറ്റന്നാളല്ലേ പരിപാടി? വലിയ കഷ്ടമല്ലോ. അച്ഛന് ഇതിന്റെ പേരിൽ ടെൻഷൻ എടുക്കണ്ട. സിനിമാക്കാരല്ലേ, ചെറുതായി എന്തെങ്കിലും പറ്റിയാലും വലിയ വാർത്തയാകും. ലക്ഷ്മി ആർക്കൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട്, ആരെയും കിട്ടുന്നില്ല. അത്ര നമ്മൾ എന്തിനാ അമ്മ അതൊക്കെ അന്വേഷിക്കണേ? അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. അങ്ങനെയല്ല സേതു, നമ്മൾ ഈ രംഗത്തുള്ളവരല്ലേ. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവരുത്. പിന്നെ കുറച്ച് നാളത്തെ ബന്ധം നമുക്കും ഇല്ലേ ആ കുട്ടിയായിട്ട്? ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞു പോകുമ്പോ അതിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. പാവം കുട്ടി, പേരും പ്രശസ്തി, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും. ഈ അടുത്ത സമയത്താ ഭർത്താവ് ഉപേക്ഷിച്ചത്. ഇപ്പൊ ഇതും. വന്നോളൂ. രണ്ടാളും ഉണ്ട്. നമസ്കാരം. പ്രസിഡന്റാ ഞാൻ രാധാകൃഷ്ണമേനോൻ. എല്ലാവരും ആർക്കേന്ന് വിളിക്കും. അറിയാം, അമ്പലം പ്രസിഡന്റ് അല്ലേ? അതെ, കാര്യം അല്പം ഗൗരവമാണ്. അതാ ഞാൻ നേരിട്ട് തന്നെ വന്നത്.
മനോജ് കുമാറിന്റെ ഫോൺ വന്നിരുന്നു. മാഷിന്റെ അടുത്തൊരു കാര്യം പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്താണാവോ കാര്യം? അല്ല, മനോജ് കുമാർ പരിപാടി ദിവസം വരും എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതില് ചെറിയൊരു മാറ്റം. ആള് ചിലപ്പോ ഇന്ന് എത്തിയേക്കോ അത്രേ. മാത്രമല്ല, രഞ്ജിനി നായരുടെ സ്ഥാനത്ത് മാഷിന്റെ മോള് സീതാലക്ഷ്മി ആയാലോ എന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, മനോജ് കുമാർ നേരിട്ട് വന്ന് സംസാരിക്കും. നിങ്ങളൊക്കെ ആയിട്ട് ദൂതന്മാരെ വന്നതാണോ? അതല്ല, ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് പരിഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുകയും ചെയ്യാം. ഒരു പരിഭവം ഇല്ല. കളിച്ചിരുന്നെങ്കിൽ നഷ്ടായനെ. അത് സംഭവിച്ചില്ലല്ലോ. മാഷ് മറുപടി ഒന്നും പറഞ്ഞില്ല. മോള് വരില്ല. കുട്ടികളുടെ പരിപാടിക്കാര്യം വിട്ടുക മാഷേ. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുമെന്ന് വെച്ചോ? ഉത്സവകാലത്തൊരു പരിപാടി ഇന്നേ വരെ അത് മുടക്കിയിട്ടില്ല. മേനോൻ സാർ വന്നതിന് ശേഷം അടിമുടി മാറിയില്ലേ? അത് മനസ്സിലായി ഞങ്ങളുടെ പരിപാടി മുടക്കിയപ്പോ. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഓ, നാട്ടുകാരുടെ പരിപാടിക്ക് പ്രതിഫലം കൊടുക്കണ്ട എന്നല്ലായിരുന്നു കമ്മിറ്റി തീരുമാനം. കുട്ടികളല്ലേ, ഒരവസരം കൊടുക്കുക. അവസാന ദിവസം ഒരു മേജർ പ്രോഗ്രാം, അതിന് ഇത്തിരി പൈസ ചെലവായാലും കുഴപ്പമില്ല. ഈ പറഞ്ഞതും ശരിയാ. പിന്നെ ഈ കമ്മിറ്റി വന്നതിന് ശേഷം വരുമാനം കൂടി, അതിനനുസരിച്ച് ചെലവും കൂടി. സ്വാഭാവികം. മേനോൻ സാറിന്റെ കാലത്തല്ലേ കല്യാണ മണ്ഡപം പണി കഴിപ്പിച്ചത്? അതെല്ലാവർക്കും അറിയണ കാര്യല്ലേ, അത് കൂടെ പറയണോ? അമ്പലത്തിന് കാശുണ്ടായത് കമ്മിറ്റിയുടെ കഴിവുകൊണ്ടൊന്നുമല്ല. അവിടെ ഒരു ആനയില്ലേ, അവന്റെ വരുമാനം. നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങള് ദേശക്കാര് സംഭാവന പിടിച്ച് വാങ്ങിയതാണ്. അത് ഇന്ന് കാര്യമായി. ആ പറഞ്ഞതും ശരിയാ. ആനേ, ആന. ആ ആനയുടെ പേരില ഇന്ന് ഈ നാടറിയണത് തന്നെ. തല ഉയർത്തിക്കൊണ്ടുള്ള ആ ഒരു നിപ്പ് ഒന്ന് കാണേണ്ടതാ മാഷേ. വെടിക്കെട്ടിന്റെ പേരിൽ ലക്ഷങ്ങളല്ലേ കത്തിച്ചു കളയണേ. കുറച്ച് കലാപരിപാടികൾ കൂടി മാറ്റി വെച്ചൂടെ? ഈ പറഞ്ഞതും കാര്യമുണ്ട്, ഇല്ല. അതെ, മനോജ് കുമാറിനോട് ഇപ്പൊ ഞാനിപ്പോ എന്താ പറയണ്ടേ? അയാള് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം. എന്റെ മാഷെ, നമ്മൾ വലിയൊരു തുക ഇതിലേക്ക് മുടക്കുന്നുണ്ട്. പങ്കെടുത്താൽ നമുക്ക് നല്ലൊരു വീതം കിട്ടും. മറ്റുള്ളവരുടെ വീതം കാത്ത് കിടക്കുന്നവരല്ല ഞങ്ങൾ. ഓ. ഞങ്ങള് മന്ദസ്സുള്ള കലാകാരന്മാർ തന്നെയാ. ഓ, അയാള് വരട്ടെ, നമുക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഇതിനായിട്ട് ഇവിടെ നിൽക്കണമെന്നില്ല. വീട്ടിൽ വന്ന ലക്ഷ്മിയാ ആക്കി പുറത്താക്കുന്നത്. ഓ ഓ tam tam kita taka tam 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 kita taka taka tari kita taka dhim dhim kita taka tai tarkatum 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 प्रपंच सृष्टुं मुख लास्यदा समस्त संहारक तांडवायै गम पाम गम पनि सनि पम पनि सनि पाम गम पनि सनि tajam takita takata jam takita jam tajam takita tak dhimi takatam सगसनि गच्छति निसनि पसानि पनि सनि तग tak dhimi tak jam jonu dhimi tak jam dhimi kita tak jam ta dhi gi na tum ta dhi na tum ta dhi gi na ta dhi gi na ta dhi gi na ta dhi gi na ta 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 dhi gi na ta dhi gi na ta dhi gi na ta 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 tum ta dhi gi na ta ta tum ta dhi gi na ta ta tum ta dhi gi na ta.
ആരാ? അകത്തേക്ക് വരാം. ഈ ഷോക്കേസില് സമ്മാനങ്ങളുടെ എണ്ണം കൂടിയതൊഴിച്ചാൽ വേറൊരു മാറ്റങ്ങളും വന്നിട്ടില്ല. ഈ വീട്ടിലേക്കുള്ള വഴിയെല്ലാം മറന്നു കാണുന്നു കരുതി. എന്താ ഇത്? അതൊരു മുണ്ടും ജുബയാ മാഷെ. ജുബയല്ല, ഷെർവാണി എന്ന് പറയും. മാഷക്ക് നന്നായിട്ട് ചെയ്തു. വേണ്ടായിരുന്നു. ഈ ശിഷ്യന്റെ ഒരു ദക്ഷിണയായിട്ട് കരുതിയാൽ മതി പക്ഷെ. അമ്മ എവിടെ മാഷെ? ഈ വീടും വീട്ടുകാരെയൊക്കെ തനിക്ക് ഓർമ്മണ്ടോ? അവര് പുറത്തു പോയിരിക്കുക. തായിരിക്കുക. 2 മാസം മുമ്പ് സേതുവിനെ കണ്ടിരുന്നു. എറണാകുളത്ത് ഒരു പ്രോഗ്രാമിൽ വെച്ചത്. ഫോൺ ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. ചെയ്താലും കിട്ടില്ലല്ലോ, വലിയ തിരക്കുള്ള ആളല്ലേ. എല്ലാം യാദൃച്ഛികമായിട്ടായിരുന്നു മാഷെ. ഇവിടുത്തെ അരങ്ങേറ്റം കഴിഞ്ഞ് അന്ന് നാട്ടിൽ തിരിച്ചെത്തി 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു എഴുത്ത് അമ്മാവന്റെ ആയിരുന്നു. 2 വരി. പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വന്ന് കാണാം. MT-യുടെ കഥ. തിരൻ പേര് കേട്ട ഒരു സംവിധായകൻ. അഭിനയിക്കാമെന്ന് ചോദിച്ചപ്പോ നിരസിക്കാൻ കഴിഞ്ഞില്ല. അതേതായാലും നന്നായി. സിനിമയുടെ പിൻബലം തനിക്ക് ഗുണം ചെയ്തു. എല്ലാവർക്കും കിട്ടില്ല ആ ഭാഗ്യം. ഞാനിപ്പോ ഒരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുക മാഷ്. മാഷ് വിചാരിച്ചാൽ എന്നെ സഹായിക്കാൻ കഴിയും. അറിഞ്ഞു. മേനോൻ ഇവിടെ വന്നിരുന്നു. നിവൃത്തിയില്ലാഞ്ഞിട്ടാ മാഷെ. ഞാൻ ആ പാർവതിയെ വിളിച്ചിരുന്നു. അയാളെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ഇപ്പൊ ബാംഗ്ലൂരാ. കുറച്ച് തിരക്കിലാ. ആരെയും കിട്ടാതെ വന്നപ്പോ ലക്ഷ്മി അല്ലേ? സുപ്രസിദ്ധ സിനിമാ താരങ്ങൾ ആനാ ചേനാന്നൊക്കെ അവർ ആ നോട്ടീസിൽ അടിച്ചുപോയി മാഷെ. അതിന് ലക്ഷ്മി സിനിമാതാരല്ലോ മാഷെ. ഞങ്ങളൊക്കെ അങ്ങയുടെ ശിഷ്യരാണെങ്കിലും ലക്ഷ്മിയോളം വരില്ല ഞങ്ങൾ ആരും. സംസാരിക്കുന്ന കണ്ണുകൾ, കൃത്യതയാർന്ന നിലവും അടവുകളും, ദ്രുതഗതിയിലും മിന്നിമറയുന്ന മുദ്രകൾ. പഠിക്കുന്ന കാലത്ത് എന്നും ഞങ്ങൾ ലക്ഷ്മിയുടെ മുന്നിൽ തോറ്റുപോയിട്ടേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിൽ ജയിച്ചത് നിങ്ങളല്ലേ? തനിക്ക് ഓർമ്മയുണ്ടോ പണ്ട് കണ്ണൂർ ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ശിവപാർവതി പരിണയം? അതിൽ താൻ ശിവനും ലക്ഷ്മി പാർവതിയും. നൃത്താവസാനം പാർവതി ശിവന്റെ മാറിൽ തലചായച്ച് നിർവൃതി പൂണ്ട് നിൽക്കുന്ന രംഗം. താളം നിലച്ചിട്ടും ലൈറ്റുകൾ അണഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും എല്ലാം മറന്നങ്ങനെ നിന്നു. പക്കവാദ്യക്കാർക്കിടയിൽ അടക്കം പറച്ചിൽ. എന്തൊക്കെയായിരുന്നു! മനസ്സിലാക്കാൻ ഞാനും വൈകി. കാത്തിരിപ്പിന്റെ നാളുകളുമായി അവൾ വർഷങ്ങൾ നീക്കി. അതിനിടയ്ക്ക് പല ആലോചനകളും വന്നതാ. ഒന്നിനും സമ്മതിച്ചില്ല അവള്. വഴി മറന്നിട്ടില്ല അല്ലേ? മറന്നിട്ടില്ല. സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. ലക്ഷ്മി, ഞാൻ ലക്ഷ്മിയെ കാണാനാ വന്നത്. എനിക്ക് കാണണ്ട. ഇത്രമാത്രം വെറുക്കാൻ എന്ത് തെറ്റാ ലക്ഷ്മി ഞാൻ ചെയ്തത്? അത് ഞാൻ പറഞ്ഞു തരണായിരിക്കും. മറവി. അതൊരു അനുഗ്രഹമാണെന്ന് കരുതിക്കോളൂ കുട്ടി. ലക്ഷ്മി, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്.
മറ്റന്നാളത്തെ പ്രോഗ്രാമിൽ ലക്ഷ്മി പങ്കെടുക്കണം. അറിയാലോ, ഈ ഒരു അവസരത്തിൽ പുതിയൊരാളെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമാവില്ല. ലക്ഷ്മിക്കാണെങ്കിൽ പഠിച്ച ഒരുപാട് ഐറ്റങ്ങളില്ലേ. പഠിച്ച കഥകൾ ഓരോന്നും വാശിയോടെ അരങ്ങത്ത് ആടി തീർക്കുമ്പോൾ ആ കഥാപാത്രങ്ങളെ സ്വന്തം ജീവിതവുമായി വിളക്കി ചേർക്കും. അർഹതയെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. പിരിഞ്ഞതിന് ശേഷം കാലിൽ ചിലങ്ക കെട്ടുമ്പോഴെല്ലാം മനസ്സിൽ തെളിഞ്ഞ മുഖം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഗുരുവായ അച്ഛനെ പോലും വിസ്മരിച്ച നിമിഷങ്ങൾ. പാപിയാണ് ഞാൻ. നാട്യാചാര്യൻ രാഘവ പൊതുവാളിന്റെ പേരും പ്രശസ്തിയും കേട്ടറിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ദൂരങ്ങൾ താണ്ടി ഞാനിവിടെ വരുന്നത്. ഗുരു പൂർണ്ണനായിരിക്കണമെന്ന് എൻ്റെ അമ്മാവന് വലിയ നിർബന്ധമായിരുന്നു. ഇവിടെ നിർത്തി പോകുമ്പോൾ അമ്മാവന്റെ മകൻ ഉപദേശം, ഒപ്പത്തിനോളം പോകുന്ന ഒരു പെൺകുട്ടിയുള്ള വീടാ, ചീത്തപ്പേരുണ്ടാക്കി വെച്ചേക്കരുത്. അന്നും ഇന്നും ലക്ഷ്മിയെ ഞാൻ എൻ്റെ സഹോദരിയുടെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. എങ്കിൽ പിന്നെ എന്തിനായിരുന്നു അതിര് വിട്ട അടുപ്പം? മോഹിപ്പിച്ച് വേദനിപ്പിക്കാനും. ലക്ഷ്മി തെറ്റിദ്ധരിച്ചതാണ്. എന്റെ മനസ്സിൽ അത്തരം ചിന്തകളൊന്നും ഇല്ലായിരുന്നു. അടുപ്പം നടിച്ച് മോഹിപ്പിക്കലും അകറ്റി നിർത്തി വേദനിപ്പിക്കലും പുരുഷന്മാരുടെ ഒരു വിനോദമാണല്ലോ. നിന്റെ ഈ വ്യാഖ്യാനങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല ലക്ഷ്മി. ബാല്യത്തിൽ കളിച്ചു നടക്കുന്ന കുട്ടികളെ നോക്കി അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഓരോ മനക്കോട്ടകൾ കെട്ടും. യുവത്വത്തിൽ എത്തുമ്പോ യുവതി യുവാവിനെ കഴുത്ത് നേടി കൊടുക്കും താലി കെട്ടാൻ. എന്റെ വിവാഹവും മറിച്ചായിരുന്നില്ല. അവൾ എന്റെ അമ്മാവന്റെ മകളായിരുന്നു, മുറപ്പെണ്ണ്. പഴയ കാമുകിക്ക് വേണ്ടി താലി കെട്ടിയ മുറപ്പെണ്ണിനെ കൊല്ലിച്ചു എന്നാണല്ലോ വാർത്തകൾ. അത് വെറും മാധ്യമ കസർത്ത്. സത്യമായിട്ടും അതൊരു അപകടമായിരുന്നു. പട്ടാപ്പകൽ നടുറോട്ടിലിട്ട് ഒരാളെ വെട്ടിക്കൊന്നാലും അതൊന്നും ഇന്നൊരു വാർത്തയല്ല. ഞങ്ങൾ സിനിമക്കാരൻ ഉറക്കെ തുമ്മിയാൽ പത്രത്തിൽ മുൻപേജിൽ വലിയ അക്ഷരങ്ങളിൽ വാർത്തകൾ വരും. TV ചാനലുകൾക്ക് ഉച്ചയ്ക്കും വൈകിട്ടും വെച്ചു വിളമ്പാൻ നല്ലൊരു വിഭവം. കേസൊതുക്കി തീർക്കാൻ മുറപ്പെണ്ണിന്റെ വീട്ടുകാർക്ക് എന്തു കൊടുത്തു? അവർ പരാതിപ്പെട്ടിട്ടേയില്ല. അവർക്കില്ലാതെ പരാതി നാട്ടുകാർക്ക് എന്തിനാ? വലിയവർ ചെയ്യുന്ന തെറ്റുകൾ ജലരേഖകൾ പോലെ മാഞ്ഞു പോകുന്നത് ഇങ്ങനെയാണല്ലോ. ശബ്ദിക്കാൻ പോലും കഴിയാത്ത വാദികൾ ഉന്നതർ അവരെ ശബ്ദിക്കാൻ അനുവദിക്കില്ല. അതല്ലേ ശരി? ലക്ഷ്മി, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നീ ഇപ്പൊ ചികയുന്നത് അടഞ്ഞുപോയ കുറെ അധ്യായങ്ങളാണ്. ഞാനൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണ്. നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോന്നാണ് അറിയേണ്ടത്. വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ അതെന്റെ ഇമേജിനെ ബാധിക്കും. ഈ നാടും അമ്പലവും അജ്ഞാതമല്ലല്ലോ. പരിപാടി ഏറ്റപ്പോൾ ഒന്ന് അറിയിക്കാമായിരുന്നു. എന്നോട് വേണ്ട, അച്ഛനോടോ സേതുവിനോടോ. ബുക്കിംഗ് എല്ലാം മാനേജർ മുഖേനയാണ് ലക്ഷ്മി. ഓ, അതിനുണ്ട് ന്യായീകരണങ്ങൾ. ഇനിയെങ്കിലും പറയൂ ലക്ഷ്മി. എന്നോടൊപ്പം നൃത്തം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒറ്റയ്ക്കായിക്കോളൂ. സോളോ ഡിബേറ്റ് നമുക്ക് ഒഴിവാക്കാം. ഓ, അങ്ങനെയും ഒരു ഔദാര്യമാവാമെന്ന്. ലക്ഷ്മി, ഈ ഒരു അവസ്ഥയിൽ നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. പ്ലീസ്. കല ദൈവീകമാണ്. ചമയങ്ങൾ അണിഞ്ഞു കഴിഞ്ഞാൽ നർത്തകനും നർത്തകിക്കും ദൈവിക ഭാവമാണെന്നാണ് ചൊല്ല്. അനുഭവവും മറിച്ചല്ല. പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അപേക്ഷിക്കണമെന്നില്ല. ആജ്ഞാപിച്ചാ മതി. പഴയ ലക്ഷ്മി. പക്ഷേ ഒരു കാര്യം, സ്വയംവരം ചെയ്ത ദമയന്തിയെ പാതി വഴിയിൽ ഉപേക്ഷിച്ച നളനെയും മുദ്രാമോതിരം അണിയിച്ച ശേഷം ശകുന്തളയെ വിസ്മരിച്ച ദുഷ്യന്തനെയും നമുക്ക് മറക്കാം. ആദ്യ ജന്മത്തിൽ സതിയായും രണ്ടാം ജന്മത്തിൽ പാർവതിയായും കൊടും തപസ് ചെയ്തു പരമശിവനെ ഭർത്താവായി സ്വീകരിച്ച നാരീരൂപം, ശിവപാർവതി പരിണയം. അതൊരിക്കൽ കൂടി നമുക്ക് അവതരിപ്പിക്കാം. ഒരു ദിവസത്തെ റിഹേഴ്സൽ ധാരാളം മതിയാവും. ലക്ഷ്മി, നീ അച്ഛൻ എതിര് പറയരുത്. തെറ്റുകൾ ആവർത്തിക്കുകയല്ല, തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. മകളായിട്ടും ശിഷ്യയായിട്ടും എന്ത് വേണമെങ്കിലും കരുതാം. എന്നോട് മാപ്പാക്കണം, അനുഗ്രഹിക്കണം. എന്താ കുട്ടി ഇത്?
അമ്മയായിട്ട് കരുതണ്ട. കുറച്ചുനാള് വെച്ചുളമ്പി തന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണെന്ന് കൂട്ടിക്കോളൂ. അന്നും ഇന്നും അവളുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. എത്രയെത്ര കല്യാണാലോചനകൾ വന്നതാ, ഒന്നും അവൾ സമ്മതിച്ചില്ല. പെൺകുട്ടികളുടെ മനസ്സ് അമ്മമാർക്ക് മാത്രമേ മനസ്സിലാവൂ. ഗുരുപത്നിയെ അമ്മയായും ഗുരുപുത്രിയെ സഹോദരിയുടെ സ്ഥാനത്തും സങ്കല്പിച്ചു. ശാസ്ത്രത്തിന്റെ അതിരുകൾ ഭേദിച്ച് ഹൃദയം ഹൃദയത്തോട് ചേർന്നു. മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എൻ്റെ തെറ്റ്. ഭാര്യ മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. ശാസ്ത്രവിധി തെറ്റിക്കുന്നത് ഗുരുശാപമല്ലെങ്കിൽ പറയൂ, മാഷ് സമ്മതിച്ചാൽ സീതാലക്ഷ്മിയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് ജീവിതമാണ്. പച്ചയായ ജീവിതത്തിന് മുന്നിൽ തത്വശാസ്ത്രങ്ങൾക്ക് എന്ത് സ്ഥാനം? ഇതാണ് വിധിയെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് ഞാൻ വരില്ല. ഇത് ഒരച്ഛൻ്റെ വാക്കാണ്. പ്രോഗ്രാമിന് എല്ലാവരും വരണം. അന്ന് രാത്രി തന്നെ ഞാൻ തിരിച്ചു പോകും. മുഹൂർത്തം നോക്കി അറിയിച്ചാൽ മതി മാഷേ, ഞാൻ വന്നിരിക്കും. ഹിമവാന്റെ പുത്രി പാർവതിയെ സ്വീകരിക്കാനല്ല, രാഘവൻ മാഷ്ട മകൾ ഈ സീതാലക്ഷ്മിയെ കൊണ്ടുപോകാൻ. ധ്രുവസംഗമം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ നാടകത്തിൽ വേഷമിട്ടവർ: രാഘവ പൊതുവാൾ രഘു നായർ, സേതുമാധവൻ ആദിഷ്, മനോജ് കുമാർ അഭിലാഷ്, ശങ്കരൻ നായർ കരുണാകരൻ മാവേലിക്കര, രാധാകൃഷ്ണ മേനോൻ വിനോദ് മേനോൻ, സ്റ്റീഫൻ വിജയ്, പങ്കജാക്ഷി അമ്മ വത്സല നായർ, സീതാലക്ഷ്മി സ്മിത ഭാസി, വാർഡ് മെമ്പർ വിനീഷ നമ്പ്യാർ, സ്ത്രീ അനുഷാജി, പെൺകുട്ടി അശ്വതി സുധാകരൻ, നർത്തകർ സാക്ഷി ശ്രുതി. ശബ്ദവും വെളിച്ചവും നിയന്ത്രിച്ചത് വിനിൽ ഉണ്ണി മഹാജൻ. രംഗസജ്ജീകരണം MK മോഹൻദാസ്. സംയോജനം സേതുമാധവൻ KP. നൃത്ത സംവിധാനം ഗുരു വിനീഷ നമ്പ്യാർ. പാടിയത് ഹരിലാൽ M. പശ്ചാത്തല സംഗീതവും ദൃശ്യങ്ങളും ഷാജി കരുണാകരൻ. രചനയും സംവിധാനവും PV ഭാസ്കരൻ. അവതരണം CMS തിയേറ്റേഴ്സ്. വേദിയൊരുക്കിയത് ചിഞ്ചുവാഡ് മലയാളി സമാജം. പ്രേരണയും പ്രോത്സാഹനവും നല്ലവരായ പ്രേക്ഷകർ. നന്ദി. ശുഭരാത്രി. എല്ലാ ഈ കലാകാരന്മാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റേ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭാസ്കരേട്ടന് എല്ലാവർക്കും വേണ്ടി നടുക്ക് നിന്നത്.